السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وبارك وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. قال الله سبحانه وتعالى في قرآنه المجيد: بسم الله الرحمن الرحيم. ألف لام ميم. كتاب أنزلناه إليك لتخرج الناس من الظلمات إلى النور. صدق الله العظيم. പ്രിയപ്പെട്ട സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുൻകഴിഞ്ഞ മുഴുവൻ പാപങ്ങളും നമുക്ക് മാപ്പാക്കിമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമുള്ള ഒരു ജീവിതം അല്ലാഹു തആല നമുക്ക് കഴിഞ്ഞരുളുമാറാകട്ടെ. നമ്മളെയൊക്കെ ബാധിച്ച സാമ്പത്തികമായ ശാരീരികമായ മുഴുവൻ പ്രയാസങ്ങളും അല്ലാഹുവിന്റെ കരുണയാൽ അല്ലാഹു തആല നമ്മളിൽ നിന്ന് എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചു തരുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വലിയ സാമ്പത്തികമായ പ്രയാസത്തിലാക്കപ്പെട്ടുപോയ ആളുകൾ അല്ലാഹു തആല അവരുടെ കടങ്ങളും പ്രയാസങ്ങളും എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ മാർഗദർശനത്തിനായി ഒരുപാട് നബിമാരെ മനുഷ്യകുലത്തിലേക്ക് അയച്ചു. എന്നിട്ട് അവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ നിർദ്ദേശം എന്നോണം ഓരോരോ ഗ്രന്ഥങ്ങൾ നൽകി. അവസാനത്തെ നബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നൽകി. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, ഖുർആൻ എന്നുള്ളത് അള്ളാഹുവിന്റെ സംസാരമാണ്, അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാമായ ഖുർആനിന് മറ്റ് സംസാരങ്ങളെക്കാൾ, മറ്റ് കലാമുകളെക്കാൾ അതിന്റെ മഹത്വം എത്രത്തോളം എന്ന് വെച്ചാൽ, അള്ളാഹുവില്ലാത്ത സൃഷ്ടികളെക്കാൾ എത്ര മഹത്വമുണ്ടോ അത്രയും മഹത്വമുണ്ട് വിശുദ്ധ ഖുർആനിന് മറ്റ് കലാമുകളെക്കാൾ, മറ്റ് സംസാരങ്ങളെക്കാൾ. ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ലോകത്ത്. അതിനേക്കാൾ ഖുർആനിനുള്ള മഹത്വം മനുഷ്യന്മാരെക്കാൾ അള്ളാഹുവിനുള്ള മഹത്വം പോലെയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് അത് അള്ളാഹുവിന്റെ കലാമാണ്. അത് അള്ളാഹു അവന്റെ പ്രവാചകന്റെ മേൽ ഇറക്കിയ വലിയ അനുഗ്രഹമാണ്. യഥാർത്ഥത്തിൽ അത്ഭുതമാണ്. നമ്മളത് ചിന്തിച്ചു നോക്കണം. കാരണം അത് ഈ ലോകത്ത് ഒരു സൃഷ്ടിയല്ല. ഖുർആൻ എന്നുള്ളത്, വിശുദ്ധ ഖുർആൻ എന്നുള്ളത് ഇന്ന് നമ്മുടെയൊക്കെ മുമ്പിൽ അത് ചില പേജുകളിൽ, ചില ഗ്രന്ഥങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കലാം എന്നുള്ളത് ഒരു സൃഷ്ടിയല്ല. അത് അള്ളാഹുവിന്റെ സംസാരമാണ്. അത് അള്ളാഹു തആല ആകാശത്തിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മേൽ ഇറക്കിയ അള്ളാഹുവിന്റെ സംസാരമാണ്. അതിൽ കലർപ്പില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നാമാണ് ഖുർആനിനെ ഇറക്കിയത്, നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് വിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത്. ഖുർആൻ എന്നുള്ളത് ഒരു ചെറിയൊരു സംഭവമല്ല. അത് ഈ ലോകത്ത് ഇന്നുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അത്ഭുതമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ. ഖുർആന്റെ അത്ഭുതങ്ങൾ മനസ്സിലാകണമെങ്കിൽ, അതിന്റെ മഹത്വം മനസ്സിലാകണമെങ്കിൽ ഖുർആനോട് നമ്മൾ അടുത്ത് ഇടപഴകേണ്ടതുണ്ട്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമ്മൾ അല്ലാഹുവിനോട് എത്രത്തോളം അടുക്കുന്നോ അത്രത്തോളം അതിനേക്കാൾ കൂടുതലായി അല്ലാഹു തആല നമ്മളോട് അടുക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഉദാഹരണമൊക്കെ പറയുന്നുണ്ട്. നമ്മളൊരു ചാൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മുഴം അല്ലാഹു തആല നമ്മളിലേക്ക് അടുക്കും. നമ്മൾ അല്ലാഹുവിലേക്ക് നടന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു നമ്മളിലേക്ക് ഓടി വരും. ഈ ഒരു കാര്യം നമുക്ക് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ
ഖുർആനോട് അടുപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സാമീപ്യം കൂടുതലായിട്ട് നമ്മളോട് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലാണ് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളൊക്കെ വിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യുന്നതിനായിട്ട് അവരുടെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളും അവർ ചെലവഴിച്ചു. ഖുർആൻ മനസ്സിലാക്കാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ. പക്ഷെ നിർഭാഗ്യവശാൽ അൽഹംദുലില്ലാഹ് നമ്മളെ ഉമ്മത്തിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമാണ് ഖുർആൻ. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ അതിനോട് അടുക്കാൻ കഴിയുന്നില്ല. ഖുർആൻ ഓതാൻ വേണ്ടി സമയം കണ്ടെത്താൻ നമുക്ക് സമയമില്ല. നമ്മൾ പലപ്പോഴും ചെറിയ പ്രായത്തിൽ നമ്മൾ ഖുർആൻ പഠിച്ച ആൾക്കാരാണ്. നമ്മൾ ആ പ്രായം കഴിഞ്ഞതോടുകൂടി ഖുർആൻ ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചു. പിന്നെ നമ്മളത് കൈകൊണ്ട് തൊടാറില്ല, നമ്മൾ ഓതി നോക്കാറില്ല. അതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ മാർഗദർശനത്തിന് വേണ്ടി ഇങ്ങനെയാണ് മുസ്ലിം ഉമ്മത്ത് സഞ്ചരിക്കേണ്ടത്, ഇങ്ങനെയാണ് മുസ്ലിം ഉമ്മത്ത് ജീവിക്കേണ്ടത് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഇറക്കിയത്. അതിൽ ദുനിയാവിയായ ആ ഉഖ്റവിയായ എല്ലാ പ്രയോജനങ്ങളും അതിലുണ്ടെന്ന് അല്ലാഹു തആല പറഞ്ഞു. ഈ ദുനിയാവിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ആ ഗ്രന്ഥത്തിലുള്ളതുപോലെ ജീവിച്ചാൽ മതി, ആഖിറത്തിൽ വിജയിക്കണമെങ്കിൽ ആ ഗ്രന്ഥത്തിലുള്ളതുപോലെ ജീവിച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന ആൾക്കാരാണ്, അറിയുന്ന ആൾക്കാരാണ്. പക്ഷെ പലപ്പോഴും നമുക്ക് ഇതൊന്നും പിന്തുടർന്ന് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിയുന്നില്ല. എന്നാൽ തീർച്ചയായിട്ടും നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വലിയ നിർഭാഗ്യവാന്മാരിൽ പെട്ടുപോകും ഖുർആന്റെ മഹത്വം മനസ്സിലാകാതെ പോയി കഴിഞ്ഞാൽ. അബ്ദുറഹ്മാൻ സുലമി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതൻ ഉണ്ടായിരുന്നു. അത് വലിയ പണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹം 40 വർഷത്തോളം ഖുർആൻ പഠിപ്പിച്ച ആളാണ്. വലിയ പണ്ഡിതനാണ്. പക്ഷെ അദ്ദേഹം തദ്രീസി മേഖലയിൽ, പഠിപ്പിക്കുന്ന മേഖലയിൽ അദ്ദേഹം ചെലവഴിച്ചത് ഖുർആൻ പഠിപ്പിക്കും, ഖുർആൻ ഹിഫ്ള് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഖുർആൻ മനഃപ്പാഠമാക്കാൻ വേണ്ടി കുട്ടികൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരും, അദ്ദേഹം ഓതി കൊടുക്കും, എന്നിട്ട് അവർ മനഃപ്പാഠമാക്കി തിരിച്ചു വന്നിട്ട് കേൾപ്പിക്കും. ഇങ്ങനെ അദ്ദേഹം 40 വർഷം ഖുർആൻ പഠിപ്പിക്കുന്നതിൽ അദ്ദേഹം ചെലവഴിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത, ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അത് കൊണ്ടുവരുന്നത് സഹീഹായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ അത് ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. ഇത് ആരാ പറയുന്നത്? ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരായ, അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമനായ ആൾ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്, നമ്മൾ ഖുർആൻ എളുപ്പമായിട്ടാണ് നാം അതിനെ ഇറക്കിയത്. പഠിക്കാനും എളുപ്പമാണ്, ഓതാനും എളുപ്പമാണ്. ചെറിയൊരു പ്രയാസം ഉണ്ടാകും അക്ഷരങ്ങൾ പഠിച്ചെടുക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് അത് പഠിക്കാനും മനഃപ്പാഠമാക്കാനും എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാണ്. അപ്പൊ നമ്മൾ തന്നെ പല സ്ഥലത്ത് യാത്ര ചെയ്യുന്ന സമയത്ത്, നമ്മൾ ചില സമയത്ത് ചില പള്ളികളിലേക്ക് നമസ്കരിക്കാൻ കയറുന്ന സമയത്ത് അവിടെ സാധാരണക്കാരായ ആളുകൾ ഇമാം വെക്കുന്നത് കാണാം. അവര് വലിയ വലിയ സുഹൃത്തുക്കളൊക്കെ ഓതും. സാധാരണക്കാരായിരിക്കും, നാട്ടിലെ ചില പ്രായം ചെന്ന ആളുകളോ ചെറുപ്പക്കാരോ. അപ്പോ വലിയ സന്തോഷം തോന്നാറുണ്ട്, വലിയ അത്ഭുതം തോന്നാറുണ്ട്. കാരണം അവര് കുറച്ച് സമയം അതിനുവേണ്ടി കണ്ടെത്തി അവര് ഖുർആൻ ഓതുന്നു, മനഃപ്പാഠമാക്കുന്നു. അങ്ങനെ വലിയ വലിയ സുഹൃത്തുക്കളൊക്കെ അവര് മനഃപ്പാഠമാക്കി അവർ ഇമാമ് നിൽക്കുകയാണ് ആ നാട്ടിൽ. ചിലപ്പോ ആ നാട്ടില് ആ പള്ളിയിൽ ഇമാമ് ഉണ്ടാവില്ല. അങ്ങനത്തെ അവസ്ഥകളൊക്കെ വരാറുണ്ട്. പൊതുവെ നമ്മൾ യാത്രയിൽ കാണുന്ന ഒരു സംഭവമാണ്. എത്രയോ പ്രായം ചെന്ന ആളുകൾ, ഇപ്പൊ ഈ അടുത്തായിട്ട് നമ്മൾ കണ്ടു, തുർക്കിയിൽ ഒരു 82 വയസ്സായ ഒരു സ്ത്രീ ഖുർആൻ മനഃപ്പാഠമാക്കി തീർന്നു. നമ്മുടെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. അവര് ഏകദേശം 55 വയസ്സ് കഴിഞ്ഞത് മുതൽ ഖുർആൻ മനഃപ്പാഠമാക്കാൻ തുടങ്ങി. കുറച്ച് സുഹൃത്തുക്കളൊക്കെ അറിയായിരുന്നു മനഃപ്പാഠമാക്കി. പക്ഷെ ഖുർആൻ ഏകദേശം അദ്ദേഹം 55 വയസ്സിന് ശേഷം മനഃപ്പാഠമാക്കാൻ തുടങ്ങിയിട്ട് 26 ജുസിൽ. ഖുർആനിലെ ഏകദേശം 30 ജുസാണ് ഉള്ളത്. 30 ജുസ്, ഓരോ ജുസും 20 പേജാണ്. ജുസ് നമ്മൾ പറയുന്നു, അത് ഒരു ജുസ് 20 പേജാണ്. അങ്ങനെ കണക്കൂട്ടി നോക്കുകയാണെങ്കിൽ ഖുർആനിൽ ഏകദേശം 600ഓളം പേജുകൾ. ഏകദേശം ചില ഖുർആനിൽ പ്രിന്റുകളിൽ കുറച്ച് കൂടും. അപ്പോ 26 ജുസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഏകദേശം 520ഓളം പേജ് അദ്ദേഹം കാണാതെ പഠിച്ചു. 520 പേജ് മനഃപ്പാഠമാക്കി. എന്നിട്ട് അദ്ദേഹം എപ്പോഴും തഹജ്ജുദ് നമസ്കാരത്തിന് എഴുന്നേറ്റ് ഓതുമായിരുന്നു.
അതുപോലെ തന്നെ നമ്മൾ പഠിച്ച വലിയൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. ആ സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട ഒരു അധ്യാപകനുണ്ട്. അദ്ദേഹം നമുക്കൊക്കെ വലിയൊരു മാതൃകയായിരുന്നു. അദ്ദേഹം എപ്പോഴും നമസ്കരിക്കാൻ വരുന്ന സമയത്ത് ഒരു 15 മിനിറ്റ് മുമ്പേ പള്ളിയിലേക്ക് വരും. എന്നിട്ട് പള്ളിയിലേക്ക് ഖുർആൻ ഓതും. അതുപോലെ തന്നെ നമസ്കാരം കഴിഞ്ഞ് ഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഒരുപാട് കുട്ടികൾ നമസ്കരിക്കാനുണ്ടാവും. ആളുകളൊക്കെ പുറത്തേക്ക് പോകാൻ ഒരു തിരക്കുണ്ടാവും. പക്ഷെ ആ സമയത്ത് അദ്ദേഹം പോകാതെ പള്ളിയിൽ തന്നെ ഇരുന്ന് വീണ്ടും ഖുർആൻ ഓതും. നമ്മൾ കണ്ണുകൊണ്ട് സ്ഥിരമായിട്ട് കാണുന്നതാണ്. അദ്ദേഹം ഒന്നാമത് സ്വപ്നിരുന്ന് എത്രയോ വർഷങ്ങളായി, 45 വർഷത്തെ അദ്ദേഹം അങ്ങനെ ഓതുന്നു. ഏകദേശം ഒരു ദിവസം 7 ജുസോളം അദ്ദേഹം ഖുർആൻ ഓതിച്ചു. 7 ജുസ് എന്ന് പറഞ്ഞാൽ 140 പേജ് ഒരു ദിവസം ഓതും. 45 വർഷമായിട്ട് മുടങ്ങാതെ ചെയ്യുന്ന ഒരു വലിയ അമലാണ്, വലിയ പ്രവൃത്തിയാണ്. ഇതൊക്കെ നമുക്കും ചെയ്യാൻ പറ്റും. അലിമിങ്ങൾ പറയുന്നുണ്ട്, ഒരു ദിവസം ഓരോ 10 നമസ്കാരത്തിനും ഒരാള് അര ജുസ്, അതായത് 10 പേജൊക്കെ ഓതാൻ പറ്റും ഒരാൾ സ്ഥിരമായിട്ട് ചെയ്താൽ. ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഖുർആനുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ട് നമുക്കിത് എങ്ങനെ ഓതും, എത്ര പേജ് ഓതി തീർക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച 1, 2, 3 സൂറത്തുകളിൽ നമ്മളിങ്ങനെ ജീവിതം തള്ളി നീക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ നിർഭാഗ്യവാന്മാരാണ്. ഇത്രയും വലിയ ഒരു അത്ഭുതം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് അതൊന്നും നമ്മൾ അറിയാതെ പോവുക എന്നുള്ളത് വലിയ നഷ്ടമാണ്. ശരിക്കും വലിയ നഷ്ടമാണ്. നമ്മള് നാട്ടിലേതെങ്കിലും സ്ഥലങ്ങളുണ്ടെങ്കിൽ നമ്മൾ കൂട്ടുകാരൊക്കെ നമ്മളോട് നീ അത് കണ്ടിട്ടില്ലേ, വലിയ നഷ്ടമാണ് എന്ന് നമ്മളോട് പറയാറുണ്ട്. ഏതെങ്കിലും ഭക്ഷണത്തിന് അത് കഴിച്ചിട്ടില്ലേ, എനിക്ക് വലിയ നഷ്ടമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അതൊന്നല്ല നഷ്ടം. ഏറ്റവും വലിയ നഷ്ടം എന്നുള്ളത് വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ സംസാരം. നമ്മളെല്ലാവരും മടങ്ങി പോകേണ്ടത് അള്ളാഹുവിന്റെ അടുക്കിലേക്കാണ്. ആ അള്ളാഹുവിന്റെ കലാം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് അതൊന്ന് ഓതി നോക്കാൻ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ നിർഭാഗ്യം. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഖുർആന് വേണ്ടി സമയം കണ്ടെത്തും. ഖുർആൻ ഒരു സമുദ്രമാണ്. അതിൽ പവിഴങ്ങളുണ്ട്, മുത്തുകളുണ്ട്, വൈഡൂര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ പുറത്തേക്ക് എടുക്കണം. പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഖുർആന്റെ അർത്ഥമൊക്കെ അറിയുന്ന ആൾക്കാർ അവർക്ക് വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം ഖുർആന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേജിൽ ഒരു വിഷയം മാത്രമായിരിക്കില്ല പറയാം. ഖുർആൻ ഭയങ്കര അത്ഭുതമാണ്. യഥാർത്ഥത്തിൽ അർത്ഥമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഖുർആനിലെ ഓരോ വരികളിലും വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും പറയാം. ഒന്നാമത്തെ ആയത്തിൽ ചിലപ്പം പറയുന്നത് മുൻകഴിഞ്ഞ സമുദായത്തിന്റെ സംഭവങ്ങളായിരിക്കും. എന്നിട്ട് അടുത്തത് പറയുന്നത് നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളിലാണ് ഖുർആൻ സംസാരിക്കുക. അപ്പോ ഒരു സ്വാഭാവികമായിട്ടും ഖുർആൻ അർത്ഥമൊക്കെ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇമാമ നല്ല ഈണത്തിൽ ഖുർആൻ ഓതുന്ന സമയത്ത് അയാളുടെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അയാൾ ബാക്കിൽ വന്ന് നിൽക്കുന്ന സമയത്ത് പല പല വിഷയങ്ങൾ അയാളുടെ മനസ്സിൽ കൂടി കടന്നു പോകും. നമ്മൾ എത്രയോ ആളുകളെ കണ്ടിട്ട് ഇപ്പൊ കഴിഞ്ഞ റമദാനിൽ ഒരു സ്ഥലത്ത് ഒരു പള്ളിയിൽ കയറിയപ്പോ ആ ഇമാമ സൂറത്ത് യൂസുഫ് ഓതിക്കൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹം സൂറത്ത് യൂസുഫ് ഓതാൻ തറാവീഹ് നമസ്കാരത്തിൽ വളരെ പതുക്കെയാണ് ഓതുന്നത്. അദ്ദേഹം സൂറത്ത് യൂസുഫ് ഓതിയിട്ട് കരയുകയാണ്. പിറകിലുള്ള ആൾക്കാർ കരയുകയാണ്, ആത്മാർത്ഥമായി കരയുകയാണ്. ആ കരച്ചിൽ തന്നെ നമസ്കാരം കഴിയുന്നതോടുകൂടി അവരുടെ പാപങ്ങളൊക്കെ മാപ്പാക്കപ്പെടും. അപ്പൊ ഇത് ഖുർആനിൽ നിന്ന് നമ്മൾ ആസ്വദിക്കേണ്ട ഒരു വലിയ ഒരു കാര്യമാണ് നമ്മൾ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഖുർആനുമായിട്ട് ബന്ധം വെക്കണം, ഖുർആൻ ഓതണം. ഖുർആനിലെ അക്ഷരങ്ങൾ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മൾ അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ വീടുകളിൽ ഖുർആൻ നമ്മൾ ജീവിപ്പിക്കണം. വീട്ടിലെ സ്ത്രീകളെ ഇന്നലെ ഒരു വളരെ വിഷമിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ഒരു സുഹൃത്താണ്, സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് അദ്ദേഹം ഞാൻ നിസ്കരിക്കാൻ വരുന്ന സമയത്ത് എന്നെ കാണുന്നുണ്ടായിരുന്നു. ഇപ്പോ റോഡ് സൈഡിലാണ് അദ്ദേഹത്തിന്റെ വീട്. അദ്ദേഹം വീടിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തിരിച്ചു പോകുമ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ സലാം പറഞ്ഞു, അപ്പൊ സംസാരിച്ചു. അപ്പൊ അദ്ദേഹം കരയുകയാണ്. വീടിന്റെ വിഷയത്തിൽ ഭയങ്കര പ്രയാസത്തിലാണ്, അതിന്റെ കടബാധ്യതകളും. അപ്പൊ കൈപിടിച്ച് കുറെ സമയം കരഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, നമുക്കെന്താണ് ഈ വീട്ടിൽ താമസിക്കാനുള്ള തൗഫീഖില്ലേ? ഇതിനെന്തെങ്കിലും ശൈത്താനിയത്തുണ്ടോ? ഈ വീടിന് എന്തെങ്കിലും പൈശാചികതയുണ്ടോ എന്നൊക്കെയാണ് പാവം വളരെ വിഷമത്തോടു കൂടി ചോദിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ, നമ്മള് ഒരു വീട് കൂടുന്ന സമയത്ത് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ പണം ഒരിക്കലും നമ്മൾ ഹറാമായ രീതിയിലാകരുത്. ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്ത് കടം വാങ്ങിയിട്ടൊക്കെ നമ്മൾ വീട് കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും നമുക്ക് തന്നെ അറിയാം. ഈ ഏരിയയിൽ തന്നെ ഏകദേശം ഒരുപാട് വീടുകൾ നമുക്ക് കാണാം. പല ആളുകളും നമ്മളോട് നേരിട്ട് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രയാസത്തിലാണ്,
ചോദിച്ചത് ബാങ്കിന്റെ പ്രയാസം, ലോൺ എടുത്ത പ്രയാസം. അള്ളാഹുവിൽ ഒരു വർക്കത്തുണ്ടാകും. നമ്മൾ എത്ര സ്വപ്നമായിരിക്കും വീടുകളൊക്കെ, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് എടുക്കുന്നതാണ്. അതൊക്കെ വലിയ പ്രയാസത്തിൽ. അതുകൊണ്ട് ലോൺ ആരും തൊടാൻ പാടില്ല. ഇൻഷാല്ലാഹ് നമ്മൾ ഉള്ളിൽ നിയ്യത്ത് വെക്കും. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് നബിതങ്ങളുടെ സുന്നത്തുകളാണ് നമ്മൾ ഹയാത്താക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പാല് കാച്ചാനല്ല. അത് നബിതങ്ങൾ പറഞ്ഞിട്ടൊന്നുമില്ല. വീട് കൂടുന്ന സമയത്ത് പാല് കാച്ചി നമ്മൾ അതിലേക്കാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കും. സുബഹി നിസ്കാരം കഴിക്കുമ്പോൾ പറഞ്ഞ പാല് കാച്ചി, ഇതൊന്നും നബിതങ്ങളുടെ സുന്നത്തല്ല. പൈശാചികത ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഇതൊക്കെ എവിടെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റില്ല, ഖുർആനിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത് പാല് കാച്ചാനല്ല. അതുപോലെ തന്നെ കുടിയിരിക്കൽ നടത്തി ഭയങ്കര സംഭവമാക്കി ഹറാമിയത്ത് മുഴുവനും ആ ഒറ്റ ദിവസം തന്നെ നമ്മൾ ചെയ്താൽ പിന്നെ എങ്ങനെ നമ്മുടെ വീട്ടിൽ വർക്കത്ത് വരാം? ഒരു കുടിയിരിക്കലിന് പോയപ്പോ അവര് പാട്ടിന്റെ എല്ലാ സാധനങ്ങളും ഇറങ്ങും. നമ്മൾ അവിടെ എത്തുന്നതും ആ സാധനം ഇറക്കുന്നതും ഒരു സമയത്താണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഉസ്താദുണ്ടായിരുന്നു. അദ്ദേഹം കുറെ ഉപദേശിച്ചു കൊടുത്തത് വലിയ തെറ്റാണ്. എല്ലാ വർക്കത്തും അതിന് നഷ്ടപ്പെട്ടു. അവിടെ തന്നെ മ്യൂസിക്കും പാട്ടും അതിനായിട്ട് പൈസ ചെലവാക്കുക ഹറാമല്ല. ഹറാമ് ചെയ്ത് വീട്ടിലെങ്ങനെ വർക്കത്തുണ്ടാവും? അതും നമ്മൾ വീടിന്റെ ഉദ്ഘാടനത്തിന്റെ ദിവസം തന്നെയാണ് നമ്മൾ അത് ചെയ്യുന്നത്. ശരിക്കും നബിതങ്ങളുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ സൂറത്തുൽ ബഖറ മുഴുവനായിട്ട് ഓതണം. ആ വീട്ടിൽ ശൈത്താൻ കയറുന്നുണ്ട്. ബുഖാരി മുസ്ലിമിന്റെ ഹദീസാണ്, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. സൂറത്തുൽ ബഖറ ഓതി കഴിഞ്ഞാൽ ആ വീട്ടിൽ ശൈത്താൻ പ്രവേശിക്കില്ല. പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാ അനാചാരങ്ങളും ചെയ്യും, എല്ലാ ഹറാമുകളും ചെയ്യും. സ്ത്രീകളും പുരുഷന്മാരും ഡാൻസ് കളിക്കും, എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് ഒരു വർക്കത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സാധനം വിളിച്ച്, ഇതൊക്കെ തമാശയല്ലേ യഥാർത്ഥത്തിൽ? ഹറാമും ഹലാലും കൂടി കൂട്ടി വെച്ചിട്ട് അള്ളാഹു കാണുന്നില്ല. ഇതൊക്കെ അള്ളാഹുവിനാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പൊ നമ്മൾ ഹലാലായ രീതിയിൽ ആളുകളെ വിളിച്ചോ ഭക്ഷണം കൊടുത്തോ സന്തോഷിപ്പിച്ചോ ഒരു പ്രശ്നവുമില്ല. ഇത് നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ മ്യൂസിക് നടത്തുക, പാട്ട് നടത്തുക, ഡാൻസ് കളിക്കുക, എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരുപാട് പ്രയാസങ്ങളൊന്നും ഖേദിച്ചിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൽ ബർക്കത്തുണ്ടാവും. അപ്പൊ ആ രീതിയിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഖുർആനുമായി ബന്ധം വെക്കുക, നമ്മൾ വീട്ടുകാരെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഖുർആന്റെ അർത്ഥങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ അല്ലാഹു തആല സന്തോഷകരമായ ജീവിതം ദുനിയാവിലും ആഖിറത്തിലും തരും. ഇൻഷാ അല്ലാഹ് അത്തരം